നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ചക്ക മാങ്ങ സീസണൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു മാങ്ങ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, ഒരു മാങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാങ്ങ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്നു, പക്ഷെ എല്ലാവരും വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് മാങ്ങ ചമ്മന്തി. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് പുതുതായിട്ട് ആഡ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കാണാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പച്ചമാങ്ങയാണ് വേണ്ടത്. ഞാൻ ചെറിയൊരു പച്ചമാങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ പുളി നോക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5 കാന്താരി മുളക്, പിന്നെ അതുപോലെ കറിവേപ്പില, പിന്നെ ഒരു അരക്കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജീരകം എടുക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് ഉപ്പും ആവശ്യമാണ്. ഇനി മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ്, അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചിയും തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഇനി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തേങ്ങ കൂടുതലെടുത്തിട്ട് പുളിക്ക് വേണ്ടി ആവശ്യം നോക്കിയിട്ട് മാങ്ങ ഇടാറാണ്. ഇത് നമ്മൾ മാങ്ങയാണ് ശരിക്കും ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു മാങ്ങ ഞാൻ എടുത്തു വെച്ച് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരക്കപ്പല്ലേ തേങ്ങ ഇടുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, അതുപോലെ തന്നെ മുളക്, കാന്താരി മുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ജീരകം കൂടെ ഇട്ട് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കുറച്ചൊരു വെള്ളം പോലെ, മാങ്ങയുടെ ഉള്ളിൽ വെള്ളവും കൂടെ ഉണ്ട്. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യാറുള്ളത്? അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ ചൂട് കഞ്ഞിയുടെ കൂടെ ഒരു പപ്പടവും ഈ ചമ്മന്തിയും മാത്രം മതി. ഇപ്പോൾ മാങ്ങ സീസണായിരുന്നു. എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നത്. ബൈ. ഇങ്ങനെ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യാറുള്ളത്? അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ ചൂട് കഞ്ഞിയുടെ കൂടെ ഒരു പപ്പടവും ഈ ചമ്മന്തിയും മാത്രം മതി. ഇപ്പോൾ മാങ്ങ സീസണായിരുന്നു. എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.